RDS 2 ചർച്ചകൾ നടക്കുന്നുണ്ട്, റൂമേഴ്സ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു അണ്ടർ യൂട്ടിലൈസ്ഡ് ആക്ടറാണ്, ഡെഫിനറ്റ്ലി അത് തോന്നിയിട്ടുണ്ട്. പുതിയ മരണമാസം എന്ന പടം ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ സർദാർ 2 എന്ന പടം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്? സർദാർ 2 എന്ന പടം ഇപ്പോൾ തുടങ്ങി. പിന്നെ വേറെ 2-3 പടങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. ഇപ്പം രാവിലെ ചെന്നൈയിൽ നിന്ന് ഒരു പടം ഷൂട്ട് ചെയ്ത് ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നു. സർദാർ 2 മൊത്തം കംപ്ലീറ്റ് ആയി. അതിൻ്റെ ഒരു 10 days കൂടെ ഉണ്ടാവും. 10 days മരണമാസം കംപ്ലീറ്റ് ചെയ്തു. അടിനാശം വെള്ളപ്പൊക്കം എന്നൊരു വേറൊരു കോമഡി സംഭവമാണ്. ലിയോ 2-ന് ശേഷമല്ലേ ലിയോക്ക് ശേഷമല്ലേ ഇപ്പോൾ സർദാർ 2 രണ്ടാമത് തമിഴ് വരുന്നത്? ഓക്കെ. ഇപ്പോൾ ലിയോയുടെ തന്നെ ഒരു ഷോർട്ട് ഫിലിം ബേസ് ചെയ്തിട്ട് ഇറങ്ങുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെങ്ങനെയായിരുന്നു ലിയോ എന്ന് പറഞ്ഞാൽ ഞാൻ RDX ചെയ്തപ്പോൾ ആ കുറേ അവൻ്റെ ഇത് കണ്ടുകൊണ്ട് അവർ വെറുതെ ഒരു ഗസ്റ്റായിട്ട് തന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ മൂവീസ് വരും അവരുടെ സെയിം ടീമിൻ്റെ. അല്ല, ആ യൂണിവേഴ്സിൽ ഇനിയും ഭാഗമായിട്ട് കുറേ ഫിലിം വരാനുണ്ട്. ഉണ്ടാവുമായിരിക്കും, എനിക്ക് അതിനെക്കുറിച്ച് ധാരണയൊന്നുമില്ല. അത് പെട്ടെന്ന് അവരൊന്ന് എന്നെ ഒന്ന് കാസ്റ്റ് ചെയ്തിരുന്നേ ഉള്ളൂ. പറയൂ മാസ്റ്റർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ RDXനകത്ത്. പുള്ളി എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ലോകേഷ് ഒരു 1-2 ഫ്രെയിംസ് ഉണ്ട്. അപ്പോൾ വെറുതെ ഒന്ന് ആ സമയത്ത് കാസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ RDXൻ്റെ തന്നെ സംവിധായകനായ നഹാസിൻ്റെ ഒരു പുതിയ പടം DQനായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പെപ്പെ DQ നല്ലൊരു കോമ്പിനേഷനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എന്നെ കൂടെ ഒന്നും പറഞ്ഞിട്ടില്ല, അറിയില്ല. പിന്നെ RDS 2 ചർച്ചകൾ നടക്കുന്നുണ്ട്, റൂമേഴ്സ് വരുന്നുണ്ട്. അതിൽ എത്ര സാധ്യതയുണ്ട്? അപ്പോൾ ആ ടീം വീണ്ടും തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. തിരിച്ചു വരണമല്ലോ, കാരണം നല്ല അപ്രിസിയേഷൻ കിട്ടിയ ഒരു പടമാണ്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ പെട്ടെന്ന് അതിന് ബിസിനസ്സും അപ്രീസിയേഷനും കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു സക്സസ് വരുമ്പോൾ അതിനെ ബന്ധിപ്പിച്ച് അടുത്ത സിനിമ വരികയാണെങ്കിൽ അതെപ്പോഴും അതിന് ഓൾറെഡി ഒരു മാർക്കറ്റ് ഉണ്ട്. അത് ഈസിയാണ് അത് പിന്നെ മാർക്കറ്റ് ചെയ്യാനും ഓഡിയൻസ് റിലേറ്റ് ചെയ്യാനൊക്കെ. ഇപ്പോൾ തമിഴിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഒരു പടം ഹിറ്റായി കഴിഞ്ഞാൽ അടുത്ത പടം പെട്ടെന്ന് വരും, അല്ലെങ്കിൽ ഒരു നടന് കൈയടി കിട്ടി കഴിഞ്ഞാൽ ആ നടനെ വെച്ച് അടുത്ത ഹീറോ പടം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള തമിഴിൽ സംഭവിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒമർ ലുലുവിൻ്റെ കൂടെ പവർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും അപ്ഡേഷൻ എന്തെങ്കിലും? ഇല്ല, ഉടനെ ഇല്ല. കാരണം കൊറോണയ്ക്ക് മുമ്പ് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ കൊറോണ വന്നപ്പം പ്രൊഡക്ഷനൊക്കെ വീക്കായി പോയി. ഇനിയിപ്പോൾ അത് കുറേ പരിപാടികളുണ്ട്, കുറച്ച് കഥയും തിരക്കഥയൊക്കെ ഉണ്ടാകാനുണ്ട്, കുറേ ചെയ്യാൻ പരിപാടികളുണ്ട്. പണ്ട് കാലത്ത് ഭയങ്കരമായിട്ട് നായക കഥാപാത്രങ്ങൾ ചെയ്തിട്ട് 90s കിഡിനെ ഒരു രോമാഞ്ചിഫിക്കേഷൻ ചെയ്ത ആളാണ് ബാബു ആൻ്റണി. അപ്പം അന്നത്തെ ഒരു സ്റ്റാർഡ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സംവിധായകന്മാർ യൂസ് ചെയ്തില്ല എന്ന് പെട്ടെന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്? അതിപ്പോൾ ഓരോരുത്തരുടെ ഒരു ഇതാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും വലിയ അന്ന് പിള്ളേരായിരുന്ന സംവിധായകർ, അന്ന് എൻ്റെ പടങ്ങൾ കണ്ട് വളർന്ന സംവിധായകരാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള പല ആൾക്കാരും. അത് തമിഴിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഒക്കെ. അപ്പോൾ അവരുടെ കൂടെ ഇപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ഉടനെ ഹീറോ ആയിട്ടുള്ള പടങ്ങളും വരുന്നുണ്ട്. വേറെ ഒരു ബിഗ് ബഡ്ജറ്റ് പടമൊക്കെ ഉടനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ആൾക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ പലരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ സംവിധായകന്മാരായ പലരും ബാബു ആൻ്റണി സാറിനെ യൂസ് ചെയ്തിട്ടില്ല, നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ പേഴ്സണലി തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു അണ്ടർ യൂട്ടിലൈസ്ഡ് ആക്ടറാണ്, ഡെഫിനറ്റ്ലി അത് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ കയ്യിലല്ലോ ഇരിക്കുന്നത്, അവർക്കൂടെ തോന്നുന്നുണ്ട്. പിന്നെ